ഹരി ഓം. ഇത്രയും അവതാര പുരുഷന്മാർ ഉണ്ടായിട്ടും ലോകം നന്നാവാത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിൽ അധർമ്മങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ടാണെന്നാണ് സംശയം. അവതാര പുരുഷന്മാര് ഉണ്ടായി എന്ന് പറയണ്ടേ? അതെങ്ങനെയാണ് അവതാര ഉണ്ടായി എന്ന് പറയുന്നത്? എന്താണ് പ്രമാണം? അവതാര പുരുഷന്മാരുടെ പ്രമാണം മറ്റുള്ളവരെ നന്നാക്കുന്നു, ഫലിച്ച് കൂടാതെ ഓരോരുത്തർക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണോ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത്? അവതാര പുരുഷൻ എന്ന് പറഞ്ഞാൽ അവതാര പുരുഷനെ തന്നെ, അവതരിക്കുന്ന പുരുഷനെ തന്നെ സൃഷ്ടിക്കാനും സംഹരിക്കാനും കഴിവുണ്ട്. യദുകുല വംശം ഉണ്ടാക്കി അവിടെയെല്ലാം സംരക്ഷിച്ചു പോകുന്നതായ കൃഷ്ണൻ തന്നെയാണ് യദുകുല വംശത്തിന് അവസാനം ഇല്ലാതാക്കിയത് എന്ന സന്ദർഭത്തിൽ പറയാം. മഹാഭാരത യുദ്ധം ഉണ്ടാക്കിയതായ സന്ദർഭത്തില് മൗനിയായിരുന്ന ഭഗവാൻ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിന് അർജുനൻ നേതൃത്വം വഹിച്ച് മുന്നില് ഒരാളായിട്ട് നിൽക്കുകയും ചെയ്തത്. അപ്പോ സ്ത്രീ അവതാര പുരുഷന്മാരുണ്ടായിട്ട് ലോകം നന്നാവാത്ത എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ രീതികളൊക്കെ അങ്ങനെയാണ്. ലോകം നന്നാവൽ കേടുവരുക എന്ന് വെച്ചാൽ, ലോകം എന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിന് നല്ലത് നന്നല്ലാത്തതൊക്കെ ഉണ്ടാവും. നല്ലത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ പണിയാണ്. ഇപ്പോ സ്വർണ്ണഖനിയിൽ നിന്നൊക്കെ അരിച്ചു വരുന്നതായ സ്വർണ്ണത്തരികള് അരിച്ചെടുക്കണ്ട, ഈ മണലിൽ നിന്നൊക്കെ അരിച്ചെടുക്കണ്ട. മണലിന്റെ ഉള്ളിലാണ് സ്വർണ്ണം ഉള്ളതെങ്കിൽ കൂടി മണലിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് അയിര് സംഭരിക്കുന്നവര്, സ്വർണ്ണ അയിരെടുക്കുന്നവർക്ക് സാധിക്കണ്ട. എന്നാൽ അവരവിടെ സ്വർണത്തെയാണ് കാണുള്ളൂ. മണൽ കാണണമെങ്കിലും അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ലോകത്തില് ഒരുപാട് അവതാര പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ ശാന്തമായിരിക്കുന്ന അർത്ഥത്തിലല്ല, ജ്ഞാനിയായിരിക്കുന്നത് ആരാണോ അവരെയാണ് അവതാര പുരുഷന്മാരോ പറഞ്ഞത്. അപ്പൊ അവതാര പുരുഷന്മാർ ഇത്രയും ഉണ്ടായിട്ട് ലോകം നന്നാവാത്ത എന്തുകൊണ്ടാണ്? അവതാര പുരുഷന്മാർ ആരും ലോകത്തിന് കാണുന്നില്ല എന്ന് പറയുന്നത്. ലോകം അവരെയാണ് കാണുന്നത്, ലോകം അവരെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു. ലോകം അവരെ കാണുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുന്നു. ലോകത്തിന് അവര് കാണുക, ലോകത്തിന് അവര് നന്നാക്കാനൊന്നും പോയില്ല. നന്നാവേണ്ടവര് അവിടെ പോയിട്ടാണ് നന്നാവാറുള്ളത്. കടകളൊക്കെ തുറന്നു വെച്ചിരിക്കണം, പട്ടിണി ദാരിദ്ര്യങ്ങൾ പെരുകണം. ഇത്രയും കടകളൊക്കെ തുറന്നു വെച്ചിട്ട് പട്ടിണി ദാരിദ്ര്യങ്ങൾ എന്താ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞാൽ, പട്ടിണി ദാരിദ്ര്യം ഉള്ളവര്, ഇല്ലെങ്കിൽ പട്ടിണി ദാരിദ്ര്യം നീക്കണം, എനിക്ക് വിശപ്പ് മാറണം എന്നൊക്കെ ഉള്ളവരെ അവിടെ പോകുമ്പോഴാണ് അത് ദാരിദ്ര്യം ഇല്ലാതാവുന്നത്. കടലിരിക്കുന്നവൻ ചിലപ്പോ പൈസക്ക് സാധനം കൊടുക്കാൻ തയ്യാറായവരായിരിക്കാം. പൈസ ദാരിദ്ര്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കി സൗജന്യമായിട്ട് കൊടുക്കാൻ തയ്യാറായുള്ളവരായിരിക്കാം. പക്ഷെ അവിടെ ചെന്നിട്ട് ഇത് മേടിക്കണം, എനിക്കൊന്ന് ചോദിക്കണം എന്നുള്ളത് ചോദിക്കേണ്ട ആളുടെ ഒരു രീതിയാണ്. അല്ലാതെ ഒന്നും കിട്ടില്ല. അവതാര പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ജ്ഞാനികളെ ജ്ഞാനത്താൽ അവര് ഇരിക്കുന്നു. അവര് ശരീരം നിലനിൽക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അറിവും ഈ ദുഃഖത്തിന് കാരണം എന്താണ്, ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ്, എന്താണ് ശരിയായത്, എന്താണ് നിത്യമായത്, എന്താണ് അനിത്യമായത് എന്നൊക്കെ വസ്തുത പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ജ്ഞാനികൾ ശരീരം ഇവിടെ നിൽക്കുന്നത്. അതിനുള്ള ജ്ഞാനികളെയാണ് അവതാരന്മാരെന്ന് പറയുന്നത്, അവതാര പുരുഷന്മാര് എന്നൊക്കെ പറഞ്ഞത്. അവതാരം എടുത്തിരിക്കുന്ന പുരുഷന്മാര്, അവതാരം എടുത്തിരിക്കുക പറഞ്ഞാൽ അവരെ കൊണ്ട് അവതാരം എടുത്തിപ്പിരിക്കുകയാണ് മായ. കാരണം ജ്ഞാനം കിട്ടിയിട്ടും ഈ ശരീരം വിട്ടു പോവാത്തത് ആ ശരീരത്തിനെ കൊണ്ട് വീണ്ടും ചെറിയ പണികള് ചെയ്യിക്കാണ്. അത് അവരുടെ പ്രാരാബ്ധമാവാം. അവരുടെ പ്രാരാബ്ദം എന്ന് പറഞ്ഞാലും ഈശ്വരന്റെ പ്രാരാബ്ദം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. മായാസ്ഥിതി വിശേഷത ഉണ്ടാവുന്നതാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് അവരുടെ പ്രാരാബ്ദ വിശേഷത്താൽ, അല്ലെങ്കിൽ അവതാര പുരുഷന്മാരെന്ന സങ്കല്പത്താൽ ഇരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് സംശയാല് കൊണ്ടും ഓരോ തിരിച്ചടികൾ കിട്ടുമ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് അറിയാനും വിനയപൂർവ്വം ചോദിക്കുമ്പോഴാണ് ലോകത്തിലുള്ള അവര് നന്നാവുന്നത്. അങ്ങനെ ഓരോരോ വ്യക്തികളും നന്നായി വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോരോ ജീവന്മാര് ബോധം വെച്ച് വരുമ്പോഴാണ് ലോകം നന്നായി എന്ന് പറയാൻ പറ്റുക. അപ്പൊ എല്ലാവർക്കും ലോകം നന്നാവണ്ടേ, ലോകത്തിലെല്ലാവരും അങ്ങനെ ആവണ്ടേ എന്ന് പറഞ്ഞാൽ ആവില്ല. ഒരു വീട്ടിൽ തന്നെ പലതുണ്ട്, ഒരു മൃഗങ്ങൾ പലതും വളർത്തുന്നുണ്ടെന്ന് വെച്ചോ. ഒരു മീനുണ്ട്, മുയലുണ്ട്, ആമയുണ്ട്,
അതുപോലെ തന്നെ പശുവുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ആവട്ടെ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മുയൽ നമ്മുടെ മീനിനെയൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് മീനിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് ഒരുമിച്ചിരുത്ത്, ഇല്ലെങ്കിൽ നീന്താൻ അറിയാത്തതായ ഒരു ജീവിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടോ ഒക്കെ നമ്മള് ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കൊടുക്കാന്ന് വിചാരിച്ച സാധ്യമല്ല. ഒരേ വീട്ടിലുള്ള ആണെങ്കിലും പല പല സ്വഭാവവും പല പല സാഹചര്യത്തിലും ജീവിക്കുന്നതായ ജീവികളായിരിക്കും അതൊക്കെ ഉണ്ടാവാം. അപ്പൊ അവർക്ക് അനുയോജ്യമായത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയണം. അല്ലെങ്കിൽ നമ്മുടെ അനുയോജ്യമായ ജന്മത്തിലേക്ക് അവർ വരണം. അനുയോജ്യമായ ജന്മത്തിലേക്ക് വന്നാലാണ് അവർക്ക് തിരിച്ചറിവേണ്ടതായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല. കുടുംബത്തിലുള്ള പക്ഷിയാണ്, പക്ഷിക്ക് പറക്കാനൊക്കെ പറ്റും. വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റും. എല്ലാവർക്കും പറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവർക്കും പറക്കാനാവില്ല. പക്ഷിക്ക് മാത്രമാണ് പറക്കാനാവുള്ളൂ. പിന്നെ നമുക്കൊന്ന് ഗൃഹനാഥനെ പറക്കാനൊക്കെ ആഗ്രഹമുണ്ട്. വിമാനത്തിൽ പറക്കാന്നുള്ളത് പക്ഷിയെ പോലെ പറക്കണം എന്ന് വിചാരിച്ച് നടക്കില്ല. മാനസികമായി സഞ്ചരിക്കാം, പറക്കാമെന്നുള്ളത് ശരീരപരമായി പറക്കാനായിട്ട് ആ വ്യക്തിക്ക് ഒരു ഉപാധിയുടെ ആവശ്യം വരും. അപ്പൊ അത് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പൊ പക്ഷിയെ പോലെ പറക്കണം എന്നുണ്ടെങ്കിൽ പക്ഷിയുടേതായ ജന്മം എടുക്കേണ്ടതായിട്ട് വരും. ഒരു ലോകം നന്നാവാത്ത എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ലോകം അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ജന്മങ്ങളും ഓരോ സൃഷ്ടികളും ഓരോരോ പ്രാരാബ്ധ വിശേഷങ്ങളും കൊണ്ടാണ് ഓരോ ജീവനും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. അതിൻ്റെതായ സ്വഭാവ ഘടനകളായിരിക്കും അവരുടെ അന്ധകരണത്തിൽ ഉണ്ടാവുക. അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. പ്രവർത്തനം ഉണ്ടാവുന്നിടത്തോളം അവർക്ക് ഒരു വ്യക്തി അവതാര പുരുഷന്മാരെന്നുള്ള സങ്കല്പത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ പോലും കാണാനോ അവരുടെ ആശയവിനിമയം ചെയ്യാനോ അവരുടെ മഹിമ മനസ്സിലാക്കാനോ ഈശ്വരപരമായ കാര്യങ്ങളെ ശ്രവണം ചെയ്യാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. ശ്രവണം ചെയ്യാത്തിടത്തോളം ലോകം നന്നാവില്ല, ലോകർ നന്നാവില്ല. അത് സ്വാഭാവികമാണ്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തോന്നണം. ഒരാൾക്ക് ഇപ്പൊ വിശക്കണേ ഇല്ല, ഇല്ലെങ്കിൽ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കാണാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും യാത്രാ മധ്യം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് തണ്ണീർ പന്തലുകളും കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുന്ന കാണാം, ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന കാണാം. ആ സമയത്തൊന്നും വിശന്നില്ല. വിശക്കാത്ത സമയത്ത് അയാളൊന്നും മേടിച്ച് കഴിക്കാതെ കുറെ ദൂരം നടന്നു. അടുത്തും കടയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സമീപത്ത് ഇപ്പോൾ വിശപ്പില്ല പറഞ്ഞ് നടന്നു. കുറെ ദൂരം നടന്നു, നന്നായിട്ട് വിശക്കാൻ തുടങ്ങി, ദാഹിക്കാൻ തുടങ്ങി. അപ്പൊ അയാള് തലചുറ്റി അവിടെ വീണു. അപ്പൊ ഇയാൾ എന്താ നന്നാവാത്ത, ഇയാൾക്ക് ആ സമയത്ത് അവിടെ നിന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ അയാൾക്ക് ആ സമയത്ത് തോന്നിയില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിക്കാതിരുന്നത്. അപ്പൊ തോന്നിയാൽ മാത്രമാണ് അതിനനുസരിച്ചിട്ടുള്ള കഴിക്കാനായിട്ടുള്ള സമയങ്ങളും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാകുമ്പോഴാണ് എല്ലാം സംഭവിക്കുക. അതുവരെ അത് സംഭവിക്കില്ല എന്ന് പറയും. അപ്പൊ ലോകത്തിൽ അധർമ്മങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കേണ്ടത്. അധർമ്മങ്ങൾ എന്താ പെരുകണത് പറഞ്ഞാൽ ധർമ്മം ഇല്ലാത്തതുകൊണ്ടാണ് അധർമ്മങ്ങൾ പെരുകുന്നത്. ലോകത്തിൽ എന്താ, എന്റെ റൂമിൽ എന്താ ഇരുട്ടി കിടക്കണെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ വെളിച്ചില്ല. എന്റെ കയ്യിൽ വെളിച്ചില്ലാത്തതുകൊണ്ടാണ് റൂമിലൊക്കെ ഇരുട്ട് കാണുന്നത്. എന്റെ കയ്യിൽ വെളിച്ചുണ്ടെങ്കിൽ ഇരുട്ടില്ല. എന്റെ കയ്യിൽ ധർമ്മം ഉണ്ടെങ്കിൽ അധർമ്മമില്ല. എന്റെ കയ്യിൽ അധർമ്മം ഉള്ളത് കൊണ്ട് എനിക്ക് ധർമ്മം കാണാൻ പറ്റുന്നില്ല. എന്റെ കയ്യിൽ ധർമ്മമാണ് ഉള്ളതെങ്കിൽ എനിക്ക് അധർമ്മം കാണാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് പറഞ്ഞാൽ പിന്നെ ഒന്നും പ്രസക്തിയില്ല. കയ്യിൽ ടോർച്ച് ഉണ്ട്, വെളിച്ചം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ അവിടെ ഇരുട്ടി കാണാൻ പറ്റുമോ? ഇരുട്ടി കാണാൻ പറ്റില്ല. കയ്യിൽ ഉപാധികളൊന്നുമില്ല, കയ്യിലെ വെളിച്ചത്തിൻ്റെതൊന്നുമില്ല, അല്ലെങ്കിൽ ടോർച്ച് എന്നുള്ള ഉപാധി വിട്ടിട്ട് കണ്ണ് അടച്ചു പിടിച്ചിരിക്കുന്ന ആൾ പറയാണ് ഇവിടൊക്കെ ഇരുട്ടാണല്ലോ, അതെന്താ ഇരുട്ട്, എങ്ങനെ ഈ ഇരുട്ടിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യേണ്ടത് കണ്ണ് തുറക്കില്ല എന്ന് ഓർത്തേയുള്ളൂ. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അവിടെ ഇരുട്ടില്ല, പിന്നെ അയാൾക്ക് അവിടെയുള്ള വെളിച്ചം തന്നെയാണ്. കണ്ണ് അടയ്ക്കുന്നതുകൊണ്ടാണ് ഈ കാണുന്നതൊക്കെ അധർമ്മമായിട്ടൊക്കെ തോന്നുന്നത്. ഈ ലോകത്തില് അധർമ്മങ്ങൾ പെരുകണത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. നമ്മൾ ധർമ്മപ്രകാരം ജീവിക്കുക, ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കുക ആകുമ്പോൾ ലോകത്തിലെ അധർമ്മങ്ങളും കാണാനില്ല. നമ്മുടെ ധർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അധർമ്മത്തിലേക്ക് നോക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ അധർമ്മങ്ങളിലേക്കും നോക്കുന്നതുകൊണ്ടാണ് അധർമ്മപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പോണതും അതിന് അനുസൃതമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരുന്നതാണ്. അപ്പോ ലോകത്തിലെ അധർമ്മങ്ങൾ പെരുകണത് നോക്കുന്നത് നമ്മുടെ ഉള്ളിൽ ധർമ്മം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ധർമ്മപരമായ കാര്യങ്ങളിൽ മാത്രം ഊന്നിയിട്ട് ജീവിതം ജീവിക്കുകയാണെങ്കിൽ അധർമ്മത്തെ ഇതൊന്നുമില്ല. വെള്ളത്തിൽ ചളിയുണ്ട്, കുളിക്കാനിറങ്ങുന്ന വെള്ളത്തിൽ ചളിയുണ്ട്, അതുപോലെ തന്നെ ശുദ്ധതയായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഴത്തേക്ക് ഇറങ്ങി പോകണ്ടേ. ഒരു ബക്കറ്റ് ഇരുന്ന് കുടിച്ചാൽ പോരെ. ഒരു ബക്കറ്റ് കൊടുത്തിട്ട് ഒരു സൈഡിലിരുന്ന് കുളിച്ചു കഴിഞ്ഞാൽ ചളി നമ്മളെ ബാധിക്കും?
തെളിവെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടാ കുളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് ഇറങ്ങി നടുവിലേക്ക് പോകുമ്പോഴാണ് കയറി വരുമ്പോൾ കയ്യിലും കാലിലൊക്കെ ചളിയൊക്കെ ആയിട്ടും ഒക്കെ ആയിട്ട് കയറി വരുന്നത്. വെള്ളമൊക്കെ കലക്കി മറിച്ചിട്ടാണ്. കലക്കി മറിക്കാതെ അധർമ്മപരമായ ലോകത്തിലെ ധർമ്മവും അധർമ്മവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലോകമാണ് ഈ ലോകത്തിലുള്ളത്. അതില് ധാർമ്മികപരമായിട്ട് ജീവിക്കുക, നമ്മുടെ ധർമ്മം മാത്രം നോക്കുക. മറ്റുള്ളവർ അധർമ്മം ചെയ്യണ്ടോ ഇല്ലെന്ന് നോക്കലൊന്നും നമ്മുടെ പണിയല്ല. മറ്റുള്ളവർ അധർമ്മികളാണോ ധർമ്മികളാണോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ധർമ്മം ചെയ്യുക, ധർമ്മപരമായി ജീവിക്കുക. ജീവിക്കുമ്പോൾ അധർമ്മം പെരുകണമെന്ന് നമ്മൾ കാണാൻ നിൽക്കില്ല. മകളുടെ സ്വന്തം വീട്ടിൽ കല്യാണം ഉണ്ടായി, മകളുടെ കല്യാണമാണ്. അതിന്റെ തിരക്കിലൊക്കെ ഓടി നടക്കുമ്പോൾ ആരൊക്കെ വന്നു, എന്തൊക്കെ ചെയ്യണോ, എന്തൊക്കെ ചെയ്യണം, ഞാനിന്ന് കുളിച്ചിട്ടുണ്ടോ, പല്ല് കഴിച്ചിട്ടുണ്ടോ, ഞാൻ നല്ല പൊട്ട് തൊട്ടിട്ടുണ്ടോ, അയ്യോ എൻ്റെ ബന്ധുക്കൾ വന്നു ഞാനത് ശ്രദ്ധിച്ചില്ലേ, ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല. അവിടെ പ്രധാനമായത് അതാണ്. ഒരാൾ ആശുപത്രി കിടക്കാണ്, ആശുപത്രി കിടക്കുമ്പോൾ ഡോക്ടറിന്റെ പേര് ചോദിക്കാനോ നേഴ്സിന്റെ പേര് ചോദിക്കാനോ നാട് ചോദിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. സമയം മുഴുവൻ രോഗിയായിട്ടുള്ള ആളെ രക്ഷപ്പെടുവോ ഇല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ മാത്രം മൂന്നിട്ട് ജീവിക്കുകയാണെങ്കിൽ അധർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോവില്ല. അധർമ്മങ്ങൾ നടക്കുന്നുണ്ട്, അധർമ്മങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും തോന്നില്ല. അധർമ്മങ്ങൾ പെരുകുന്നത് എന്താ, ഇങ്ങനെ അധർമ്മങ്ങൾ നീക്കം ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തോന്നില്ല. കാരണം ഓരോ ജീവനും തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ധർമ്മം മാത്രമായി. അപ്പൊ അത് എന്താണെന്ന് തോന്നാത്തത് പറഞ്ഞാൽ അതിന് അവർക്ക് സമയം ആവണില്ല. ആ ഒരു കാര്യങ്ങളെ ധർമ്മത്തിനെയും അധർമ്മത്തിനൊക്കെ അപ്പുറത്തേക്ക് പോകണം. ധർമ്മത്തിന്റെ അപ്പുറത്തേക്ക് പോകണം, അധർമ്മത്തിന്റെ അപ്പുറത്തേക്ക് പോകണം. ധർമ്മത്തിന്റെ അപ്പുറത്തേക്ക് എങ്ങനെ പോവാ? ആദ്യം ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, സുധർമാതിനെ ശ്രേയ പരധർമ്മോ ഭയാവഹ പറയുന്നുണ്ട്. സ്വന്തം ധർമ്മം ശ്രേയസ്കരാണ്, പരധർമ്മം ഭയാവഹാണെന്ന് പറയുന്നുണ്ട്. അവസാനം 18-ാം അധ്യായത്തിൽ മോക്ഷസന്യാസി യോഗത്തിൽ പറയുന്നുണ്ട്, സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം പ്രജ പറയുന്നുണ്ട്. സർവധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നിൽ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ കൃഷ്ണൻ തന്നെയാണ് പറയേണ്ടത്, സ്വന്തം ധർമ്മം ശ്രേയസ്സും പരധർമ്മം ഭയാവഹാണെന്ന്. അതേ കൃഷ്ണൻ തന്നെ പറയണു, സർവധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കൂ എന്നുള്ളത്. അപ്പോൾ അധർമ്മം കാണുന്നത് നമുക്ക് ധർമ്മം വാഞ്ചിയും ധർമ്മത്തിൽ നമ്മൾ ഊന്നി ജീവിക്കണം എന്നുള്ളത് കൊണ്ടും, ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആഴത്തിലേക്ക്, വെള്ളത്തിന്റെ ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി കുളിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ്. ആ തീരുമാനം മാറ്റി വെച്ചിട്ട് ധർമ്മം മാത്രമായിട്ട് ചെയ്യുക. ധർമ്മത്തിൽ പൂർത്തീകരണം വന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള ധർമ്മവും പരിത്യാഗം ചെയ്യപ്പെടും. പരിത്യാഗം ചെയ്യപ്പെടും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യപ്പെടും. പിന്നെ അവർക്കുള്ള ധർമ്മത്തിലെ താല്പര്യപ്പെടുന്നവർക്ക് നമ്മളൊരു ധർമ്മമൂർത്തിയായിട്ട് മാറും. പിന്നെ അവര് ധർമ്മം കുറെ കൊണ്ടുപോകും. പിന്നെ അവരിലും ധർമ്മ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ അവരിലും ധർമ്മം പരിത്യാഗം സംഭവിക്കും. അങ്ങനെ പോകുന്നതാണ് ഇതെല്ലാം, ഒരു ചാക്രികമായി പോകുന്നതാണ് ഇതെല്ലാം വന്നിട്ട്. അപ്പൊ അധർമ്മം പെരുകുന്നുണ്ടോ ഈ ലോകത്തില്? ഇത്രയും നല്ല അവതാര പുരുഷന്മാരുണ്ടായിട്ടും ലോകം നന്നാവാത്ത എന്തുകൊണ്ടാണ്? ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്, ഒരു ജീവന്റെ സ്വഭാവമാണ്, ഈ മായയുടെ വികൃതിയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുള്ളൂ. അതില് ലോകം നന്നാവാത്ത എന്തുകൊണ്ടാണ് നോക്കണ പോരാ, അവനവൻ നന്നാവാനായിട്ട് നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഈശ്വരപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഒരുപാട് ആസക്തിപൂർവമായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കുക. മനസ്സും വാക്കും കർമ്മങ്ങളൊക്കെ ശുദ്ധമായിട്ട് വയ്ക്കുക. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാമ്യാവസ്ഥയിൽ ആയി മാറുക. അങ്ങനെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ഒരു ജ്ഞാനം ഉദിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളോ അതൊന്നും വരില്ല. ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഉണ്ടെന്നല്ല, പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്വയം കാര്യം മറന്നു പോകുന്നത്. അവനവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ശരിയാക്കാനുണ്ടാവും ഓരോ കാര്യങ്ങളും. ഒരാള് അന്യന്റെ വീട്ടില് കള്ളം കയറിയപ്പോ അന്യനെ ഉപദേശിച്ചു, ഇങ്ങനെയൊക്കെ വഴികളുണ്ട്, എന്തിന്റെ താക്കോൽ അവിടെ ഇവിടെയൊക്കെ വെച്ചത്, പണവും കാര്യങ്ങളൊക്കെ പൂച്ചെട്ടർ അവിടെയോ, താക്കോല് പൂച്ചെട്ടർ അവിടെ, അല്ലെങ്കിൽ പണം വെക്കണ പാത്രമൊക്കെ അരിയുടെ ഉള്ളിലൊക്കെ ഇട്ട് വെച്ചൂടെ, അവിടെ ഒന്നും ആരും ശ്രദ്ധിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ കള്ളൻ ഇതിനേക്കാൾ വലിയ ബുദ്ധിമാനാണ്. കള്ളൻ അവിടെ വെച്ചിട്ടായിരിക്കും എടുക്കുക. തിരിച്ച് അവരെ ആശ്വസിച്ചിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിന്റെ വീട്ടിലും കള്ളൻ കയറണ്ടാവുക. അപ്പൊ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലുപരി അവനവന്റെ ജീവിതത്തില് പറയുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നോക്കുക. അങ്ങനെ കുറെ നോക്കി വരുമ്പോൾ നമ്മുടെ അന്ധകരണം ശുദ്ധമാവും. അന്ധകരണം ശുദ്ധമാകുമ്പോൾ ഈശ്വര ജ്ഞാനം തനിയെ തെളിയും. ഇതിനുവേണ്ടി പണിയെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കി നമുക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാവാന്നല്ലാതെ
ലോകം ഇങ്ങനെയായി പോയല്ലോ, അല്ലെങ്കിൽ ഈശ്വരന്റെ കരുണയില്ലല്ലോ പറഞ്ഞിട്ട് ലോകത്തേക്ക് നോക്കി നോക്കി സമയം പാഴാക്കാന്നല്ലാതെ നമ്മൾ അവനവന്റെ ഉള്ളിലേക്ക് ആരും നോക്കാനായിട്ട് ശ്രമിക്കണില്ല. അവനവന്റെ ഉള്ളിലേക്ക് എപ്പോഴാണോ നോക്കാനായിട്ട് ശ്രമിക്കണത് അപ്പോഴാണ് ഈ ലോകവും നല്ലത് തന്നെയാണ്, ഈ ലോകത്തിൽ അധർമ്മം കാണാനല്ലേ ധർമ്മം തന്നെ കാണാനുള്ളൂ, ഈ കാണുന്നതെല്ലാം ഈശ്വര സൃഷ്ടികളാണ്, ഈ കാണുന്നതെല്ലാം ആനന്ദപൂർണ്ണമാണെന്നൊക്കെ ബോധ്യമാവുള്ളൂ. നമ്മൾ അതിലേക്കൊന്നും നോക്കാതെ എല്ലാത്തിനും വിരുദ്ധമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക, ലോകപരമായ കാര്യങ്ങളിൽ തന്നെ മനസ്സ് വെക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഈശ്വരനോടുള്ള വിരോധവും ലോകത്തിന്റെ വാസനയിൽ നമുക്കൊരു വിഷമങ്ങളൊക്കെ സംഭവിക്കുക. ഇതിലൊന്നും സംഭവിക്കാനൊന്നുമില്ല ഈ ലോകത്തിന്റെ കാര്യത്തിൽ. ലോകം ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബുദ്ധിയും ഒക്കെ മാറ്റിയെടുത്തിട്ട് ഈശ്വരപരമായിട്ട് തീർക്കുക, അങ്ങനെ അതിലൂടെ ആനന്ദം കണ്ടെത്തുക, അതാണ് ചെയ്യാനുള്ളത്. നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഇത്രയും അവതാര പുരുഷന്മാർ ഉണ്ടായിട്ടും ലോകം നന്നാവാത്തത് എന്തുകൊണ്ടാണ്, ഈ ലോകത്തിൽ അധർമ്മങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ടാണെന്നാണ് സംശയം. അവതാര പുരുഷന്മാര് ഉണ്ടായി എന്ന് പറയണ്ടേ, അതെങ്ങനെയാണ് അവതാര പുരുഷന്മാരുണ്ടായിട്ട് ഉണ്ടായി എന്ന് പറയുന്നത്? എന്താണ് പ്രമാണം? അവതാര പുരുഷന്മാരുടെ പ്രമാണം മറ്റുള്ളവരെ നന്നാക്കുന്നു, ഫലിച്ച് കൂടാതെ ഓരോരുത്തർക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണോ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത്? അവതാര പുരുഷൻ എന്ന് പറഞ്ഞാൽ അവതാര പുരുഷനെ തന്നെ, അവതരിക്കുന്ന പുരുഷനെ തന്നെ സൃഷ്ടിക്കാനും സംഹരിക്കാനും കഴിവുണ്ട്. യദുകുല വംശം ഉണ്ടാക്കി അവിടെയെല്ലാം സംരക്ഷിച്ചു പോകുന്നതായ കൃഷ്ണൻ തന്നെയാണ് യദുകുല വംശത്തിന് അവസാനം ഇല്ലാതാക്കിയത് എന്ന സന്ദർഭത്തിൽ പറയാം. മഹാഭാരത യുദ്ധം ഉണ്ടാക്കിയതായ സന്ദർഭത്തില് മൗനിയായിരുന്ന ഭഗവാൻ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിന് അർജുനൻ നേതൃത്വം വഹിച്ച് മുന്നില് ഒരാളായിട്ട് നിൽക്കുകയും ചെയ്തത്. അപ്പോ സ്ത്രീ അവതാര പുരുഷന്മാരുണ്ടായിട്ട് ലോകം നന്നാവാത്ത എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ രീതികളൊക്കെ അങ്ങനെയാണ്. ലോകം നന്നാവൽ കേടുവരുക എന്ന് വെച്ചാൽ, ലോകം എന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിന് നല്ലത് നന്നല്ലാത്തതൊക്കെ ഉണ്ടാവും. നല്ലത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ പണിയാണ്. ഇപ്പോ സ്വർണ്ണഖനിയിൽ നിന്നൊക്കെ അരിച്ചു വരുന്നതായ സ്വർണ്ണത്തരികള് അരിച്ചെടുക്കണ്ടേ, ഈ മണലിൽ നിന്നൊക്കെ അരിച്ചെടുക്കണ്ടേ. മണലിന്റെ ഉള്ളിലാണ് സ്വർണ്ണം ഉള്ളതെങ്കിൽ കൂടി മണലിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് അയിര് സംഭരിക്കുന്നവര്, സ്വർണ്ണ അയിരെടുക്കുന്നവർക്ക് സാധിക്കണ്ടേ. എന്നാൽ അവരവിടെ സ്വർണത്തെയാണ് കാണുള്ളൂ, മണൽ കാണണമെങ്കിലും അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ലോകത്തില് ഒരുപാട് അവതാര പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ ശാന്തമായിരിക്കുന്ന അർത്ഥത്തിലല്ല, ജ്ഞാനിയായിരിക്കുന്നത് ആരാണോ അവരെയാണ് അവതാര പുരുഷന്മാരെ പറഞ്ഞത്. അപ്പൊ അവതാര പുരുഷന്മാര് ഇത്രയും ഉണ്ടാക്കി ലോകം നന്നാവത്തെ എന്തുകൊണ്ടാണ്? അവതാര പുരുഷന്മാരാരും ലോകത്തിന് കാണുന്നില്ല എന്ന് പറയുന്നത്. ലോകം അവരെയാണ് കാണുന്നത്, ലോകം അവരെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു. ലോകം അവരെ കാണുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുന്നു. ലോകത്തിന് അവര് കാണുക, ലോകത്തിന് അവര് നന്നാക്കാനൊന്നും പോയില്ല. നന്നാവേണ്ടവര് അവിടെ പോയിട്ടാണ് നന്നാവാം. കടകളൊക്കെ തുറന്നു വെച്ചിരിക്കണം, പട്ടിണി ദാരിദ്ര്യങ്ങൾ പെരുകണം. ഇത്രയും കടകളൊക്കെ തുറന്നു വെച്ചിട്ട് പട്ടിണി ദാരിദ്ര്യങ്ങൾ എന്താ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്?